ഒന്നും മിണ്ടാതെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കി നിന്ന ഋഷി കൈകൊട്ടിക്കൊണ്ട് മുന്നോട്ട് വന്നു. അവനെ കണ്ടതും മഹാദേവി നെറ്റി ചുളിച്ചു. സിദ്ധാർത്ഥാണെങ്കിൽ അവനെ രൂക്ഷമായി നോക്കി. ഓ, ഇതാര്? CID ഉണ്ണികൃഷ്ണനും CID മൂസയോ? എത്ര പെട്ടെന്നാ കേസ് അന്വേഷിച്ച് വിധി നടപ്പിലാക്കിയത്? ഋഷി മഹാദേവിയെയും സിദ്ധാർത്ഥിനെയും നോക്കി പരിഹാസത്തോടെ ചോദിച്ചു. പെട്ടെന്ന് അവനെ കണ്ടതും ശ്രീലക്ഷ്മി കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി. നീ എങ്ങനെയാ ഞങ്ങളുടെ ഫാമിലി മീറ്റിംഗ് സ്ഥലത്ത് വന്നത്? നിന്നെ ആരാ ഇവിടെ കയറ്റിയത്? സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ചോദിച്ചു. ഹലോ, ക്ഷമിക്കണം സർ, ഇത് നിങ്ങളുടെ വീടല്ല. ഞാൻ ഇവിടെ വന്നത് എന്തിനാണെന്ന് ചോദിക്കാൻ നിനക്കൊരു അവകാശവുമില്ല. ഋഷി മുഖത്തടിച്ചതുപോലെ സിദ്ധാർത്ഥിനോട് പറഞ്ഞു. ദേഷ്യം വന്ന സിദ്ധാർത്ഥ് അവനെ തല്ലാൻ ഒരടി മുന്നോട്ട് വന്നതും മഹാദേവിയുടെ പിറന്നാൾ പാർട്ടിയിൽ തനിക്ക് സംഭവിച്ചത് ഓർത്തു. അത് ഓർമ്മ വന്നതും അവൻ പതിയെ പിന്നിലേക്ക് തന്നെ നീങ്ങി. നിനക്ക് എന്താ ഇപ്പൊ വേണ്ടത്? മഹാദേവി മുന്നിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. നിങ്ങളുടെ കൊച്ചുമോൻ ഇത്രയും മണ്ടത്തരം പറഞ്ഞു. ലാസ്റ്റ് കുറ്റം മുഴുവൻ എന്റെ ഭാര്യയുടെ മേൽ വെച്ചപ്പോ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? ഈ കുടുംബത്തിന്റെ ഏറ്റവും മൂത്ത കാരണവർ എന്ന നിലയിൽ നിങ്ങളത് ചെയ്തോ? കഷ്ടം തന്നെ. ഋഷി തന്നെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് കാണേ അവർക്ക് നല്ല ദേഷ്യം വന്നു. ഇപ്പോ നടന്ന സംഭവത്തിൽ എന്റെ ഭാര്യയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ഇതെല്ലാം വളരെ വെൽ പ്ലാൻഡായ കാര്യമാണെന്ന് ഞാൻ തെളിയിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഋഷി മഹാദേവിയോട് ചോദിച്ചു. എല്ലാവരും വലിയ ആകാംക്ഷയോടെ അവനെ നോക്കി. എക്സ്ക്യൂസ് മീ. പെട്ടെന്നാണ് മധുരമാർന്ന ഒരു പെൺകുട്ടിയുടെ ശബ്ദം അവിടെ ഡോറിനടുത്ത് നിന്നും കേട്ടത്. എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് അകത്തേക്ക് വരുന്ന അഞ്ജലിയായിരുന്നു. ഹായ് അഞ്ജലി, ഞാൻ അങ്ങോട്ട് വന്ന് നിന്നെ കാണാനിരിക്കുമായിരുന്നു. അപ്പോഴേക്കും ഇവിടേക്ക് വന്നോ? വരൂ, വന്നിരിക്കൂ. മഹാദേവി അവളോട് ചിരിച്ചുകൊണ്ട് സംസാരിച്ചു. നോ മാം, കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്നോളാം. അഞ്ജലി അത് പറഞ്ഞപ്പോൾ അവളുടെ സ്വരത്തിൽ ദേഷ്യം ഒട്ടുമുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴേക്കും ഋഷി അവിടെ നിൽക്കുന്ന കാര്യം അവൾ ശ്രദ്ധിച്ചു. പക്ഷേ അവൾ അവനെ അറിയാത്തതുപോലെ അവിടെ നിന്നു. ഞങ്ങൾ കാരണം മോൾ ഒത്തിരി ബുദ്ധിമുട്ടി എന്നറിയാം. അതിനെല്ലാം ഞങ്ങൾ മോളോട് മാപ്പ് ചോദിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായ ഈ പ്രശ്നം ഞങ്ങളുടെ കമ്പനിക്കും വലിയ പ്രശ്നമാണ്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് തീർന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതെല്ലാം ഈ ശ്രീലക്ഷ്മിയുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ്. പക്ഷേ മോളിനെ പേടിക്കണ്ട. ഇനി മുതൽ ഒരു പ്രോഗ്രാമിലും അവളുടെ ഇടപെടൽ മൂലം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇനിയുള്ള എല്ലാ കാര്യങ്ങളും എന്റെ കൊച്ചുമകൻ സിദ്ധാർത്ഥ് നോക്കിക്കോളും. അഞ്ജലി ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് പോയി. ശ്രീലക്ഷ്മി, താൻ വിഷമിക്കാതെ. എല്ലാം ഞാൻ പരിശോധിച്ചു കഴിഞ്ഞു. നിന്റെ സൈഡിൽ കുഴപ്പമൊന്നുമില്ല. അഞ്ജലി പറഞ്ഞതും എല്ലാവരും ഞെട്ടലോടെ അവളെ നോക്കി. ഋഷി ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ ചിലർ ഓർത്തു. എന്താ അഞ്ജലി, നീ എന്താ ഈ പറയുന്നത്? ശ്രീലക്ഷ്മി കാര്യം മനസ്സിലാവാതെ ആശങ്കയോടെ ചോദിച്ചു. അതേ ശ്രീലക്ഷ്മി, ഞാൻ സത്യമാണ് പറയുന്നത്. നിന്റെ ഭാഗത്ത് ഈ കാര്യത്തിൽ യാതൊരു വീഴ്ചയും പറ്റിയിട്ടില്ല. അഞ്ജലി അവളെ ആശ്വസിപ്പിക്കും വിധം സൗമ്യമായി പറഞ്ഞു. അഞ്ജലി, മോൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? ശരിക്കും എന്താ സംഭവിച്ചെന്ന് വ്യക്തമായി പറയാമോ? മഹാദേവി വേഗം ഇടയ്ക്ക് കയറി ചോദിച്ചു. ഒരു മിനിറ്റ് മാഡം. അഞ്ജലി ഡോറിന് നേരെ ആരെയോ നോക്കി മറുപടി പറഞ്ഞു. ഗായ്സ്, ഒന്നുള്ളിലേക്ക് വരാവോ? അഞ്ജലി പുറത്തേക്ക് നോക്കി വിളിച്ചു. കാര്യം മനസ്സിലാവാതെ നിന്ന അവർക്കെല്ലാം മുൻപിലൂടെ പുറത്തു നിന്ന 4 സൗണ്ട് എഞ്ചിനീയർമാർ അകത്തേക്ക് വന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ശാന്തമായി നോക്കിയ ശേഷം അഞ്ജലി നേരെ ആ 4 പേർക്ക് നേരെ തിരിഞ്ഞു. എന്താ അവിടെ സംഭവിച്ചെന്ന് മഹാദേവി മാഡത്തിനൊന്ന് പറഞ്ഞു കൊടുക്ക്. ആ 4 പേരും മടിച്ച് ആൾക്കൂട്ടത്തിൽ നിന്ന സിദ്ധാർത്ഥിനെ നോക്കി. ഒരേ സമയം തന്നെ അവനെ ചൂണ്ടിക്കാണിച്ചു. ദാ, ഇയാളാണ് ഞങ്ങളോട് ഈ കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടതും അതിനുവേണ്ടി പണം തന്നതും. അവരിൽ ഒരാൾ പറഞ്ഞു. വാട്ട്? നമ്മുടെ സിദ്ധാർത്ഥോ? അവിടെ ഉണ്ടായിരുന്ന സർവരും അത് കേട്ട് ഞെട്ടിപ്പോയി. അതെ, ഈ പരിപാടി കുളവായാൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും 2 ലക്ഷം തരാമെന്ന് പറഞ്ഞ് ഇത് ചെയ്യിപ്പിച്ചത് ഇയാളാണ്. അതിനുവേണ്ടി ഈ അഞ്ജലി മാഡത്തിന്റെ മൈക്രോഫോൺ കേടുവരുത്തണം എന്ന ഐഡിയയും തന്നത് അയാളാണ്. നിങ്ങളൊക്കെ ആരാ? ഞാൻ നിങ്ങൾ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. പിന്നെ എന്തിനാ നിങ്ങൾ അനാവശ്യമായി എന്നെ പറയുന്നത്? അല്പമൊന്ന് പരിഭ്രമം മാറിയതും സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ആ 4 പേരോടുമായി ചോദിച്ചു. ഇയാള്
ഞങ്ങളോട് ആ പരിപാടി ചെയ്യാൻ ആവശ്യപ്പെട്ടതിന്റെ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അവന്റെ അക്കൗണ്ടിൽ നിന്ന് അയച്ച പണത്തിന്റെ ഡീറ്റെയിൽസ് പോലും ഉണ്ട്. ടു ബി ഹോണസ്റ്റ്, അതിൽ നിന്ന് ഒരു പൈസ പോലും ഞങ്ങൾ ചെലവഴിച്ചിട്ടില്ല. ആ 4 സൗണ്ട് എഞ്ചിനീയേഴ്സിൽ നിന്നും മറ്റൊരാൾ പറഞ്ഞു. എത്ര ധൈര്യമുണ്ടടാ നിനക്കൊക്കെ എന്റെ നേരെ തന്നെ തിരിയാൻ? ക്യാഷ് കൈനീട്ടി വാങ്ങുമ്പോൾ ഇതൊന്നും കണ്ടിരുന്നില്ലല്ലോ. ദേഷ്യം അടക്കാനാവാതെ സിദ്ധാർത്ഥ് അവരെ 4 പേരെയും നോക്കി പറഞ്ഞു. സിദ്ധാർത്ഥ്, അപ്പോ ശരിക്കും നീയാണോ ഇതിനെല്ലാം കാരണം? കേട്ടത് വിശ്വാസം വരാതെ മഹാദേവി ചോദിച്ചു. അവിടെ കൂടിയ സർവരും ഞെട്ടിയിരുന്നു. അത് കേട്ടപ്പോഴാണ് എല്ലാം കൈവിട്ടു പോയെന്ന കാര്യം സിദ്ധാർത്ഥ് അറിഞ്ഞത്. അതിനെന്ത് മറുപടി പറയണമെന്ന് സിദ്ധാർത്ഥിന് അറിയില്ലായിരുന്നു. അത് ഞാൻ മുത്തശ്ശി, എന്ത് പറയണമെന്നറിയാതെ സിദ്ധാർത്ഥ് പറഞ്ഞു. ഇത്രയും സംഭവങ്ങൾ കേട്ട് ഞെട്ടി നിന്ന ശ്രീലക്ഷ്മിയുടെ തോളിൽ ഋഷി പതിയെ തട്ടി. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് ഒന്ന് ഞെട്ടിപ്പോയിരുന്നു ശ്രീലക്ഷ്മി. ഞെട്ടലോടെ തന്നെ അവൾ ഋഷിയെ തിരിഞ്ഞു നോക്കി. ഹേയ്, ഈ ഓക്കെ? ഋഷി സംശയത്തോടെ അവളോട് ചോദിച്ചു. എല്ലാം കണ്ടും കേട്ടും തരിച്ചു നിന്നുപോയ ശ്രീലക്ഷ്മി അവനെ കണ്ണുമിടർത്ത് തന്നെ നോക്കി നിന്നു അല്പനേരം. നിന്റെ ഈ വക സ്വഭാവങ്ങളൊക്കെ ഇതോടെ നിർത്തിക്കോ സിദ്ധാർത്ഥ്. വെറുതെ എന്തിനാ മറ്റുള്ളവരെ കൂടെ നാണം കെടുത്തുന്നത്? ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിച്ചിരുന്നു. അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഒരിക്കലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. ചെയ്യാനേ പാടില്ലായിരുന്നു. ഇനി മേലാൽ നീ കുടുംബകാര്യങ്ങളിലും വർമാസ് ബിസിനസ്സിലും ഇടപെടരുത്. ഇനി ഇതുപോലെ എന്തെങ്കിലും നിന്റെ ഭാഗത്തുനിന്ന് വന്നാൽ ഇതുപോലെ ആവില്ല എന്റെ പ്രതികരണം. അഞ്ജലി മഹാദേവി വർമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. ത്രൈ മീഡിയയിൽ അവനെതിരെ പരാതി കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മഹാദേവിയുടെ പെറ്റ് ഗ്രാൻഡ്സൺ സിദ്ധാർത്ഥ് മാത്രമാവുമെന്നും അഞ്ജലി പറഞ്ഞു. ഇനിയും ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്റെ എല്ലാ വരാൻ പോകുന്ന പ്രോഗ്രാമുകളുടെയും പ്ലാനും ഷെഡ്യൂൾസും എല്ലാം ശ്രീലക്ഷ്മി ശ്രദ്ധിക്കണം. ഇതിനൊന്നും നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റില്ലെങ്കിൽ വർമാസ് ഗ്രൂപ്പ് അറേഞ്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമും ഹോസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയില്ലെന്ന് ഞാൻ ത്രൈ മീഡിയ അറിയിക്കും. അഞ്ജലി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യും വിധമായിരുന്നു പറഞ്ഞത്. ശരി, ഞാൻ എടുത്തോളാം, പഴയ പോലെ തന്നെ, ശ്രീലക്ഷ്മി പറഞ്ഞു. അതെ, എല്ലാ ചുമതലകളും ശ്രീലക്ഷ്മി ഏറ്റെടുത്തോളും. മഹാദേവി വർമ്മ വാക്കുകൊടുത്തു. അവർക്ക് അതൊട്ടും താല്പര്യമായില്ലെങ്കിലും മറ്റ് വഴിയില്ലാതെ അഞ്ജലിയുടെ ഡിമാൻഡ്സ് എല്ലാം മഹാദേവി വർമ്മ സമ്മതിച്ചു കൊടുത്തു. അഞ്ജലിയുടെ നിർദ്ദേശങ്ങൾ അവൾ മഹാദേവി വർമ്മയെ കൊണ്ടുകൂടി അംഗീകരിപ്പിച്ചപ്പോൾ വർമാസ് ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെല്ലാം ശ്രീലക്ഷ്മിയുടെ അസൂയ തോന്നി. ഇപ്പോഴത്തെ അപവാദം ശ്രീലക്ഷ്മിയുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തിയാലും ത്രൈ മീഡിയയുടെ പിന്തുണയുള്ളിടത്തോളം അവൾ തീർച്ചയായും ഒരു താരമായി മാറും. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ ശ്രീലക്ഷ്മിക്ക് സ്വന്തമായി നല്ലൊരു ഇമേജും നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാനും പറ്റും. മഹാദേവി വർമ്മ തീരുമാനം അറിയിച്ചപ്പോൾ അഞ്ജലി ശ്രീലക്ഷ്മിയെ നോക്കി പുഞ്ചിരിച്ചു. എന്നാ പിന്നെ ഞാൻ വന്ന കാര്യം കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇറങ്ങട്ടെ മാഡം. അവൾ പോകുന്നതിന് മുൻപ് രഹസ്യമായി ഋഷിനെ നോക്കി കണ്ണിറുക്കി. ഇപ്പോ മുത്തശ്ശിക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒരാളെ ശിക്ഷിക്കുന്നതിന് മുൻപ് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി അന്വേഷിച്ചിട്ടേ തീരുമാനിക്കാവൂ. ഒട്ടും താല്പര്യമില്ലാത്ത ഒരു തീരുമാനത്തിന് സമ്മതം പറയേണ്ടി വന്നതിന് പുറമെ ഋഷിന്റെ ഉപദേശം കൂടി കേട്ട് മഹാദേവി വർമ്മയ്ക്ക് ദേഷ്യം വന്നു. അവർ കലിപൂണ്ട് നിൽക്കുന്നത് മൈൻഡ് പോലും ചെയ്യാതെ ഋഷിൻ സ്റ്റുഡിയോയിൽ നിന്ന് പോകാനായി ഇറങ്ങി. ഋഷി, ഒരു മിനിറ്റ്, ഒന്ന് നിൽക്ക്. ഒരു പിൻവിളി അവിടെ ഉയർന്നു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.